സംസ്ഥാനത്ത് വരും മാസങ്ങളിൽ മരുന്ന് ക്ഷാമം അതിരൂക്ഷമാകുമെന്നതാണ്. മരുന്ന് കമ്പനികൾക്ക് കുടിശ്ശിക ഇനത്തിൽ സർക്കാർ നൽകാനുള്ളത് കോടികളാണ്. കമ്പനികൾ പൂർണ്ണമായും മരുന്ന് വിതരണത്തിൽ നിന്ന് പിന്മാറുന്നു. കുടിശ്ശിക ഇനത്തിൽ സർക്കാർ നൽകാനുള്ളത് 543 കോടി രൂപയാണ്. വിവരങ്ങളുമായി രശ്മി ചേരുന്നു. രശ്മി, കഴിഞ്ഞ കുറേ നാളുകളായി ചർച്ച ചെയ്യുകയാണ്. പല മെഡിക്കൽ കോളേജുകളിലും പല സർക്കാർ ആശുപത്രികളിലും ആവശ്യത്തിന് മരുന്നുകൾ ലഭിക്കാനില്ല, ആശുപത്രി ഉപകരണങ്ങൾ ലഭിക്കുന്നില്ല. ഇതിനൊക്കെ പ്രതിസന്ധി ഈ മരുന്ന് സപ്ലൈ ചെയ്യുന്ന കമ്പനികൾക്ക് കൃത്യമായ രീതിയിൽ പണം നൽകുന്നില്ല എന്ന്. ഇപ്പോൾ 543 കോടി രൂപയുടെ വലിയൊരു ബാധ്യതയിലേക്ക് ഈ കടം ചെന്നെത്തിയിരിക്കുന്നു. സാധാരണക്കാരെ നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. എത്രത്തോളം രൂക്ഷമാണ് സ്ഥിതി, രശ്മി? ഉമേഷ്, ഈ സംസ്ഥാനത്ത് മരുന്നുക്ഷാമം അത് വരുന്ന മാസങ്ങളിൽ മരുന്നുക്ഷാമം സംസ്ഥാനത്ത് അതിരൂക്ഷമായി അനുഭവപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം ഇപ്പോൾ നിലവിൽ മരുന്ന് കമ്പനികൾക്ക് കുടിശ്ശിക ഇനത്തിൽ നൽകാനുള്ളത് 543 കോടി രൂപയാണ്. ഇതിൽ 693 കോടി 78,70,740 രൂപയായിരുന്നു കുടിശ്ശിക ഇനത്തിൽ ആകെ നൽകാനുണ്ടായിരുന്നത്. അതിലൊരു 150 കോടി അടുത്തിടെ നൽകിയിരുന്നു. പിന്നീട് ഒരു 150 കോടി കൂടി നൽകാമെന്നുള്ളത് സർക്കാർ പറഞ്ഞത്. പക്ഷേ ഇനി അത് നൽകില്ല എന്നുള്ളൊരു കാര്യത്തിൽ ഏകദേശം വ്യക്തമായിട്ടുണ്ട്. ഇതിൽ ഈ ട്രഷറി ബില്ലടക്കം ഒരു ബില്ലും ട്രഷറിയിലേക്ക് 25-ന് ശേഷം ഇനി നൽകേണ്ടതില്ല എന്നുള്ളൊരു നിർദ്ദേശം വന്നതോടുകൂടിയാണ് ഈ മരുന്ന് കമ്പനികൾക്ക് ഇനി ആ കുടിശ്ശിക ലഭിക്കില്ല. ഈ 150 കോടി കൂടി നൽകാമെന്ന് പറഞ്ഞ് കുടിശ്ശിക ലഭിക്കില്ല എന്നുള്ളൊരു കാര്യത്തിൽ ഉറപ്പായിരിക്കുന്നത്. ഏതായാലും പ്രധാനപ്പെട്ട കമ്പനികൾ, അത് ജോൺസൺ ആൻഡ് ജോൺസൺ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കമ്പനികൾ, ആ കമ്പനികളൊക്കെ ഇനി ഓരോ വർഷം വരുന്തോറും ടെൻഡർ വിളിക്കാറുണ്ട്. അപ്പോൾ ആ ടെൻഡർ വിളിക്കുന്നതിന് മുൻപ് തന്നെ ഈ ടെൻഡറിൽ പങ്കെടുക്കില്ല എന്നുള്ളതാണ് പ്രമുഖ കമ്പനികളെല്ലാം അറിയിച്ചിരിക്കുന്ന ഒരു കാര്യം. ഇതിൽ ഓരോ പ്രധാനപ്പെട്ട കമ്പനികൾക്കും കോടിക്കണക്കിന് രൂപയാണ് നൽകാനുള്ളത്. ഈ 600 കോടിയോളം രൂപ കുടിശ്ശിക ഉള്ളപ്പോഴാണ് സർക്കാർ 100 കോടി 150 കോടി രൂപയും അത് നൽകി തീർക്കുന്നത്. അപ്പോൾ ഇനി ഇത് ഇത്തരത്തിൽ പണം നൽകാതെ മരുന്ന് വിതരണം ചെയ്യാനാകില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് പ്രധാന കമ്പനികളെല്ലാം തന്നെ നീങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന മാസങ്ങളിൽ സംസ്ഥാനത്ത് ജീവനരക്ഷാ മരുന്നുകൾക്കുൾപ്പെടെ അതിരൂക്ഷമായൊരു ക്ഷാമം അനുഭവപ്പെടും. മാത്രമല്ല, അപ്പോൾ നിലവിലുള്ള മരുന്നുകൾക്ക്, അതായത് കുറച്ച് കമ്പനികൾ എങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ മരുന്നുകൾക്ക് ഉയർന്ന വിലയും നൽകേണ്ട ഒരു സാഹചര്യമാകും. സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി വളരെ രൂക്ഷമായി തുടരുകയാണ്. അത് ആരോഗ്യമേഖലയുടെ പ്രവർത്തനങ്ങളെ വളരെ വലിയ രീതിയിൽ പ്രതികൂലമായി ബാധിക്കുകയാണ്. അത് ഈ മരുന്നിൻ്റെ കാര്യത്തിലാണെങ്കിലും ഈ ആരോഗ്യമേഖലയെ പൂർണ്ണമായും അത് താളം തെറ്റിക്കുന്നു. അത് ഈ രോഗികളുടെ ജീവൻ അത് നമുക്ക് രക്ഷിച്ചേ മതിയാകൂ. പക്ഷേ അതിൽ പോലും സർക്കാർ ഇത്തരത്തിലുള്ളൊരു സമീപനം, അതായത് കടം വാങ്ങിയെങ്കിലും ഈ KMCL കൊടുക്കാനുള്ള തുക നൽകി തീർക്കുമെന്നൊക്കെ അടുത്തിടെ ആരോഗ്യമന്ത്രി പറഞ്ഞിരുന്നു. പക്ഷേ അതും ഇനിയില്ല എന്നുള്ളൊരു കാര്യം പ്രധാന കമ്പനികൾക്കെല്ലാം ബോധ്യമായിട്ടുണ്ട്. ഈ വർഷങ്ങൾക്ക് മുൻപ് വളരെ ചെറിയൊരു തുക കുടിശ്ശികയുള്ള സ്ഥലത്ത് നിന്നാണ് ഇപ്പോൾ ഈ ഇടത് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അത് 600 കോടി രൂപയിലേക്കൊക്കെ ആ കുടിശ്ശിക എത്തുന്നു എന്ന് പറയുന്നത് വലിയൊരു കണക്ക് തന്നെയാണ്. ഏതായാലും സംസ്ഥാനത്തിൻ്റെ സ്ഥിതി വളരെ രൂക്ഷമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇനി വരുന്ന മാസങ്ങളിൽ KMCL ഉൾപ്പെടെ സർക്കാരിന് നേരിട്ട് കത്ത് നൽകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഈ കുടിശ്ശിക തുക ഉടൻ തീർക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ചീഫ് സെക്രട്ടറിക്കൊക്കെ കത്ത് നൽകിയിരുന്നു. പക്ഷേ അതിലൊന്നും യാതൊരു നടപടിയും ആയിട്ടില്ല. ഇനി പ്രധാനപ്പെട്ട മരുന്നുകൾക്കുൾപ്പെടെ വരുന്ന മാസങ്ങളിൽ അതിരൂക്ഷമായിട്ടുള്ള ക്ഷാമം അനുഭവപ്പെടും എന്നുള്ളൊരു കാര്യത്തിൽ തർക്കമില്ല. ഉമേഷ്, ഈ ഏതെങ്കിലും പ്രത്യേക മേഖലകളിൽ, പ്രത്യേകിച്ച് ആദ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ഇടങ്ങളിലാണ് മരുന്ന് ക്ഷാമം അതിരൂക്ഷമായുള്ളത്. നിലവിലെ സ്ഥിതിയിൽ അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയാത്ത തരത്തിലേക്ക് പ്രതിസന്ധിയുള്ള ഏതെങ്കിലും മേഖലകളുണ്ടോ, രശ്മി? നിലവിൽ അത്യാവശ്യത്തിന് മരുന്നുകൾ സ്റ്റോക്കുണ്ട്. ഞാൻ പറഞ്ഞത് ഇനി വരുന്ന മാസങ്ങളിൽ എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴും ചില മരുന്നുകൾ, അതായത് മരുന്നുകൾ കൂടുതലുള്ള ഇടങ്ങളിൽ നിന്ന് കുറവുള്ള ഇടങ്ങളിലേക്ക് മാറ്റിക്കൊണ്ട് താൽക്കാലിക പരിഹാരമാണ് നിലവിൽ ആശുപത്രികളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് തന്നെ ഈ ജനറൽ ആശുപത്രിയിലൊക്കെ നമ്മൾ എത്തിക്കഴിയുകയാണെങ്കിൽ പല പ്രധാനപ്പെട്ട മരുന്നുകളും ആശുപത്രിയിലൊന്നും ലഭ്യമല്ലാത്ത ഒരു സാഹചര്യമുണ്ട്. വലിയ വില കൊടുത്തൊക്കെ പുറത്തുനിന്ന് വാങ്ങേണ്ട ചില മരുന്നുകളൊക്കെ തന്നെ ഉണ്ട്. നമ്മൾ തുടർച്ചയായി ജനം TV വാർത്ത ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇടയ്ക്ക് മരുന്നുകൾ മുഴുവൻ ആശുപത്രികളിൽ റീസ്റ്റോക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴാണ് പിന്നീട് 150 കോടി അനുവദിച്ചത്. പിന്നീട് അതിനുശേഷം ഒരു 150 കോടി കൂടി ഉടൻ അനുവദിക്കുമെന്നുള്ളതൊക്കെ സർക്കാർ പറഞ്ഞത്. നമ്മൾ നിരന്തരമായി വാർത്ത ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലുള്ളൊരു ഇടപെടൽ ഉൾപ്പെടെ ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ വീണ്ടും ആ ഒരു പ്രതിസന്ധിയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പലയിടത്തും സ്റ്റോക്ക് കുറയുന്നുണ്ട്. ഉമേഷ് സൂചിപ്പിച്ചത് തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെ മരുന്ന് ക്ഷാമം അതിരൂക്ഷമായിരുന്നു. തിരുവനന്തപുരത്തും സമാനമായൊരു സാഹചര്യമാണ്. പല ജീവൻ രക്ഷാ മരുന്നുകൾക്കുൾപ്പെടെ
കുറവ് അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ ഒരു രൂക്ഷമായ ഒരു പ്രതിസന്ധിയിലേക്ക് മാറിയിട്ടില്ല. പക്ഷേ ഇനി വരും മാസങ്ങളിൽ പ്രമുഖ കമ്പനികൾ മരുന്ന് വിതരണം പൂർണ്ണമായും നിൽക്കുന്നതോടുകൂടി, അതായത് ഈ പുതിയ വർഷമാകുമ്പോൾ ടെൻഡർ വിളിക്കും. അപ്പോൾ ടെൻഡർ വിളിക്കുന്നതിന് മുൻപ് തന്നെ പ്രധാനപ്പെട്ട കമ്പനി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജോൺസൺ ആൻഡ് ജോൺസൺ ഉൾപ്പെടെയുള്ള കമ്പനികൾ നിലവിൽ ഇപ്പോൾ ടെൻഡറിൽ പങ്കെടുക്കുന്നില്ല, പൂർണ്ണമായും പിന്മാറുകയാണ് എന്നുള്ളത് സർക്കാരിനെ അറിയിച്ചു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇനി മരുന്ന് വിതരണം പൂർണ്ണമായി സംസ്ഥാനത്ത് നിലയ്ക്കും. അത് വലിയ രീതിയിലുള്ളൊരു പ്രതിസന്ധി ഉണ്ടാക്കും. നിലവിലുള്ള മരുന്നുകൾക്ക് അത് വലിയ രീതിയിൽ വില വർധനവും ഉണ്ടാകും.